അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മൈക്രോ എക്കണോമിക്സ് എന്നുള്ള നമ്മുടെ പുസ്തകത്തിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള പാഠത്തിലെ ആദ്യത്തെ സബ് ഹെഡിങ്ങിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. യൂട്ടിലിറ്റി എന്നായിരുന്നു ആദ്യത്തെ സബ് ഹെഡിങ് അല്ലേ? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിലൂടെ ഒരാൾക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, സംതൃപ്തി, അതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയാറുള്ളത്. ഏതായിരുന്നാലും ഈ യൂട്ടിലിറ്റി അനലൈസ് ചെയ്യുവാനുള്ള രണ്ട് രൂപങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമതായിട്ട് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അല്ലേ? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു വസ്തു വാങ്ങുന്നതിലൂടെ ഒരാൾക്കുണ്ടാകുന്ന സന്തോഷത്തെ നമ്പറുകളായിട്ട് പറയുന്നതിനെ കുറിച്ചാണ്. ഫോർ എക്സാമ്പിൾ, യൂനിസ് ഒരു കടയിലേക്ക് ചെന്നിട്ട് ഒരു ബോട്ടിൽ 7-അപ്പും ഒരു ബോട്ടിൽ പെപ്സിയും വാങ്ങിയെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇങ്ങനെയെങ്കിൽ ആ രണ്ട് സാധനങ്ങളും വാങ്ങിയതിലൂടെ അവനുണ്ടായിരിക്കുന്ന സന്തോഷം അത് 40 യൂണിറ്റ് ആണ് അല്ലെങ്കിൽ 50 യൂണിറ്റ് ആണ് എന്നുള്ളതൊക്കെ രീതിയിൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ സന്തോഷത്തെ അളക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. എന്നാൽ റിയൽ വേൾഡിൽ ചിന്തിക്കുമ്പോൾ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനലൈസ് അത് തീർത്തും അസാധ്യമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാധനത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റി അത് 15 ആണോ 25 ആണോ 75.25 ആണോ എന്നുള്ള ഒരു കണക്കെടുപ്പ് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് എന്നർത്ഥം. ഓക്കെ, മറിച്ച് ഒരാളുടെ യൂട്ടിലിറ്റി നമുക്ക് എങ്ങനെ മാത്രമേ റിയൽ വേൾഡിൽ അളക്കാൻ സാധിക്കുകയുള്ളൂ? അത് അയാളുടെ കമ്പാരിസൺ മൂലമായിരിക്കും അല്ലേ? അത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യൂനിസിനെ സംബന്ധിച്ചിടത്തോളം അവന് പെപ്സിയേക്കാളും കൂടുതൽ ഇഷ്ടം 7-അപ്പ് ആണ്, അല്ലെങ്കിൽ 7-അപ്പിനേക്കാളും കൂടുതൽ ഇഷ്ടം മെറിൻഡയാണ് അല്ലെങ്കിൽ സ്പ്രൈറ്റ് ആണ് എന്നുള്ള രീതിയിൽ, ഒന്നിനേക്കാളും കൂടുതൽ ഇഷ്ടം മറ്റൊന്നാണ് എന്നുള്ള രീതിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ? ഒരാളുടെ യൂട്ടിലിറ്റിയെ നമുക്ക് അളക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അതിനെക്കുറിച്ചാണ് നമുക്കിനി അടുത്തത് പഠിക്കുവാനുള്ളത്. ഇത്തരത്തിൽ ഒരാളുടെ യൂട്ടിലിറ്റി അളക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമുക്കിനി അടുത്തതായിട്ട് പഠിക്കുവാനുള്ളത് സബ് ഹെഡിങ് 2.1.2 എന്നുള്ള നമ്മുടെ പുസ്തകത്തിലൂടെ. ഓക്കെ, ഏതായിരുന്നാലും അതിലേക്ക് ശ്രദ്ധിക്കുക. രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഉമർ മാർക്കറ്റിലേക്ക് പോയി എന്ന് കരുതുക. ഈ രണ്ട് സാധനങ്ങൾ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉദാഹരണങ്ങൾ വെക്കാം. ഏതായാലും നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങൾ, ഒന്ന് ബനാനയാണ്, മറ്റേതൊന്ന് മാംഗോ ആണ്. ഓക്കെ, അപ്പോൾ പഴവും മാങ്ങയും വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഉമർ അങ്ങാടിയിലേക്ക് പോയിട്ടുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം മാംഗോയേക്കാളും കൂടുതൽ അവനിഷ്ടം ബനാനയാണ് എന്നും സങ്കല്പിക്കുക. ഓക്കെ, ഏതായാലും അങ്ങാടിയിൽ വെച്ച് മാംഗോയുടെയും ബനാനയുടെയും വ്യത്യസ്ത അളവിലുള്ള കവറുകൾ അവൻ കാണുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു കവറിലുള്ളത് 15 മാംഗോയും ഒരു ബനാനയുമാണ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ അവന് അതിലൂടെ ഉണ്ടാകുന്ന ഒരു യൂട്ടിലിറ്റി ഉണ്ടാകും അല്ലേ? അതായത് ആ ഒരു കവർ ലഭിച്ചാൽ അവനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടാകും. ഓക്കെ, ചിലപ്പോൾ അതേ സന്തോഷം തന്നെയായിരിക്കും വ്യത്യസ്ത അളവിലുള്ള മാംഗോയും ബനാനയും കാണുമ്പോൾ അവനുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, മറ്റൊരു കവറിലുള്ളത് എത്രയാണ്? 12 മാംഗോയും 2 ബനാനയുമാണെന്ന് സങ്കല്പിക്കുക. അതായത് മാംഗോ 3 കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ബനാന 1 കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അവന് നേരത്തെ കണ്ട കവറിനും ഇതേ കവറിനും, അതായത് 12-2 എന്നുള്ള കവറിലും ഒരേ യൂട്ടിലിറ്റി ആയിരിക്കും അവന് തോന്നുക അല്ലെ? 3 മാംഗോ പോയാലും വേണ്ടില്ല, ഒരു ബനാന കിട്ടുന്നത് അവന് സെയിം ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി മറ്റൊരു കവർ കൂടി അവൻ കാണുന്നു, അതിൽ 10 മാംഗോയും എന്നുള്ളത് പോലെ 3 ബനാനയുമാണുള്ളത്. ഓക്കെ, എന്നാൽ ഈ 3 കവർ, അവനിപ്പോൾ കണ്ട 3 കവറിലുള്ള ബണ്ടിൽ എങ്ങനെയായിരുന്നു? ഒന്നാമത്തതിൽ 1-15 എന്നുള്ള രീതിയിലായിരുന്നു ബനാനയും മാംഗോയും ഉണ്ടായിരുന്നത്. രണ്ടാമത്തതിൽ 2-12 എന്നുള്ള രീതിയിലായിരുന്നു. മൂന്നാമത്തതിൽ 3-10 എന്നുള്ള രീതിയിലായിരുന്നു അല്ലേ? ഈ 3 ബണ്ടിലിനോടും അവന് ഒരേ യൂട്ടിലിറ്റിയാണ് തോന്നുന്നത് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്ത് നമുക്ക് പറയാവുന്നതാണ്? ഈ 3 ബണ്ടിലിനോടും അവൻ്റെ യൂട്ടിലിറ്റി ഇൻഡിഫറൻ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇൻഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ്. ഈ 3 കവർ ലഭിക്കുന്നതും അവന് എന്തു തന്നെയാണ്? ഒരേ യൂട്ടിലിറ്റിയാണ് നൽകുന്നത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും അവന് ഇത്തരത്തിൽ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആ കവറുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫിലൊന്ന് സൂചിപ്പിക്കാം. ഓക്കെ, അതായത് ഇവിടെയുള്ള ഈ ഒരു ഭാഗം നമുക്ക് മാംഗോ എന്നുള്ള രീതിയിൽ തരംതിരിക്കാം. മറ്റേതൊന്ന് ഇവിടെ ബനാന. ഓക്കെ, അപ്പോൾ ബനാനയാണ് അടിയിൽ എക്സ് ആക്സിസിൽ വരുന്നത്, മാംഗോ ആണ് വൈ ആക്സിസിൽ വരുന്നത് എന്ന് സങ്കല്പിക്കുക. ഓക്കെ,
ഓക്കെ, അപ്പോൾ ആദ്യത്തെ കവർ എങ്ങനെയുള്ളതായിരുന്നു? 15 മാംഗോയും ഒരു ബനാനയുമായിരുന്നു അല്ലേ? അതായത് അതിൻ്റെ ഡോട്ട് ഇവിടെയായിരിക്കും വരിക. രണ്ടാമത്തെ കവർ എന്നുള്ളത് 12 മാംഗോയും 2 ബനാനയുമായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ഡോട്ട് ഏകദേശം ഇവിടെയായിരിക്കും വരിക. ഇനി മൂന്നാമത്തെ കവറിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? 10 മാംഗോയും അതുപോലെ 3 ബനാനയുമായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ഏകദേശം ഇവിടെയായിരിക്കും അതിൻ്റെ ഡോട്ട് വരിക. ഓക്കെ, ഇനി നാലാമത്തെ മറ്റൊരു കവർ കൂടി നമുക്ക് ഉണ്ടാക്കാം. അതിൽ 9 മാംഗോയും എന്നുള്ളതുപോലെ 4 ബനാനയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഏതായാലും നമ്മളിവിടെ പറഞ്ഞു വെച്ചത് എന്താണ്? ഈ വ്യത്യസ്ത ഡോട്ടുകളിൽ, അതായത് 15, 1, 12, 2, 10, 3, 9, 4 എന്നുള്ള വ്യത്യസ്ത കവറുകളിലും ഉമറിനുണ്ടാകുന്ന യൂട്ടിലിറ്റി സെയിം ആണ് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റുകളൊന്ന് യോജിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ പോയിന്റ് നമ്മൾക്ക് യോജിപ്പിച്ചാൽ കിട്ടുന്നത് അല്ലേ? ഇത്തരത്തിലുള്ള ഒരു വളവിനെ കുറിച്ചാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അളവിലുള്ള സാധനങ്ങൾ, വ്യത്യസ്ത അളവിലുള്ള ബണ്ടിലാണ് ഉള്ളത്, എന്നാൽ അവയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരാളുടെ യൂട്ടിലിറ്റി സെയിം ആണ്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു കർവിനെ കുറിച്ചാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരേ യൂട്ടിലിറ്റി ഉണ്ടാകുമ്പോൾ ഒരു സാധനം ഒരാൾ കൂടുതൽ എടുക്കുന്നുവെങ്കിൽ മറ്റൊരു സാധനം ഒഴിവാക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു ബനാനയും 15 മാംഗോയും ഉണ്ടാകുന്ന ബണ്ടിലിൻ്റെ അതേ യൂട്ടിലിറ്റിയാണ് ഉമറിന് 2, 12 എന്നുള്ള ബണ്ടിൽ കൊണ്ടും ഉണ്ടാകുന്നത് അല്ലേ? അതായത് ഒരു ബനാന കൂടുതലായിട്ട് ലഭിക്കുകയാണെങ്കിൽ അവന് 3 മാംഗോകൾ ഒഴിവാക്കാൻ തയ്യാറാണ് എന്നർത്ഥം. ഓക്കെ, ഏതായിരുന്നാലും ഒരു ചരക്ക് കൂടുതലായിട്ട് ലഭിക്കാൻ മറ്റൊരു ചരക്ക് എത്ര ഒഴിവാക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ മാർജിനൽ റൈറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനൽ റൈറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾക്ക് MRS എന്നുള്ള രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒരു 2 ചരക്കുകളുടെ MRS എങ്ങനെയാണ് കണക്കാക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ Y ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ X എന്നായിരിക്കും അതിൻ്റെ MRS കണക്കാക്കുന്ന രീതി വരിക. ഓക്കെ, ഇവിടെ Y എന്നുള്ളത് സൂചിപ്പിക്കുന്നത് എന്താണ്? മാംഗോ ആണ് എന്നുള്ളതുപോലെ X എന്ന് സൂചിപ്പിക്കുന്നത് ബനാനയുമാണ്. ഓക്കെ, അപ്പോൾ ഈ ബനാന മാംഗോ എന്നുള്ളതിൻ്റെ MRS എങ്ങനെയാണ്, അതായത് മാർജിനൽ റൈറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് കണക്കിലാക്കുക എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ Y. ഓക്കെ, ഈ ഒരു ത്രികോണം എന്നുള്ളത് ഡെൽറ്റ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ചേഞ്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചേഞ്ച് ഇൻ Y എന്ന് പറഞ്ഞാൽ മാംഗോയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ബനാനയിലുണ്ടായിരിക്കുന്ന ചേഞ്ച് എന്നുള്ളതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് ഈ 2 വസ്തുക്കളുടെ MRS ആയിട്ട്, മാർജിനൽ റൈറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ പറയാറുള്ളത് എന്നർത്ഥം. ഓക്കെ, ഏതായിരുന്നാലും അബ്സല്യൂട്ട് വാല്യൂ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശമെന്ന് നിങ്ങൾക്കറിയാം അല്ല? അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു മൈനസ് ആയിട്ടുള്ള സംഖ്യയാണെങ്കിലും അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യയായിരിക്കും അല്ലേ? ഇനി പോസിറ്റീവ് ആയിരിക്കുന്ന സംഖ്യയാണെങ്കിലോ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ സംഖ്യ പോസിറ്റീവ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാറ്റുന്നതിനെ കുറിച്ചാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എന്നുള്ള രീതിയിൽ പറയാറുള്ളത്. ഓക്കെ, ഏതായിരുന്നാലും ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ഉമറിൻ്റെ സ്ഥിതിയിൽ അവൻ്റെ MRS എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ചേഞ്ച് ഇൻ Y എന്ന് പറഞ്ഞാൽ മാംഗോയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് എത്രയാണ്? ഇവിടെ 15 ഉള്ളത് ഇവിടെ 12 ആയിട്ടുണ്ട്, അതായത് -3 ആയിട്ടുണ്ട് എന്നർത്ഥം. അതാണ് ഇവിടെ മാംഗോയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് അല്ലേ? പിന്നെ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ X എന്ന് പറഞ്ഞാൽ ബനാനയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് എത്രയാണ്? 1 ഉള്ളത് 2 ആയിട്ട് കൂടിയിട്ടുണ്ട്, അതായത് 1 ആണ് എന്നർത്ഥം. ഓക്കെ, ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇത് എത്രയായിരിക്കും? 3 ഡിവൈഡഡ് ബൈ 1, അതായത് 3 ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ ഇവിടെ ബനാന മാംഗോയും വാങ്ങുന്ന നമ്മുടെ ഉമറിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ MRS എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതായത് ഒരു ബനാന കൂടുതലായിട്ട് ലഭിക്കാൻ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? 3 മാംഗോ വരെ അവൻ ഒഴിവാക്കുന്നുണ്ട് എന്നർത്ഥം. അതായത് 3 മാംഗോ ഒഴിവാക്കിയിട്ട് ഒരു ബനാന കിട്ടുന്നത് അവന് ഒരേ യൂട്ടിലിറ്റിയാണ്, ഒരേ സാറ്റിസ്ഫാക്ഷനാണ് നൽകുന്നത് എന്നർത്ഥം.
എന്നാൽ ഇനി അടുത്ത ഒരു ബണ്ടിൽ നോക്കൂ. അടുത്ത ബണ്ടിൽ എത്രയാണ് പറയുന്നത്? 3 ബനാനയും 10 മാംഗോയും എന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ബനാന കൂടുമ്പോൾ അവൻ എത്ര മാംഗോ മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ? 2 മാംഗോ മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ. കാരണം എന്താണ്? ബനാന ഇങ്ങനെ കൂടുതലായിട്ട് ലഭിക്കുമ്പോൾ അതിനോടുള്ള ഒരാളുടെ ആവശ്യം, ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. അപ്പോൾ ബനാന ഇങ്ങനെ കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ അതിനവൻ സാക്രിഫൈസ് ചെയ്യുന്ന മാംഗോയുടെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് 1.15 ആയിരുന്നുവെങ്കിൽ 3 കളഞ്ഞിട്ട് ഒരു ബനാന കിട്ടാൻ അവൻ ആശിച്ചിരുന്നു. എന്നാൽ പിന്നീട് 2 ഒഴിവാക്കിയിട്ട് ഒരു ബനാന കിട്ടാൻ അവൻ ആശിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ 4, 9 ആണ് എന്ന് കരുതുക. അതായത് പിന്നീട് ഒരു ബനാന കിട്ടാൻ അവന് ഒറ്റ മാംഗോ മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ. അതായത് ഒരാൾക്ക് ഒരു സാധനം, നമ്മുടെ ഉദാഹരണത്തിലുള്ള ബനാന കൂടുതലായിട്ട് കിട്ടുന്നതിനനുസരിച്ച് അതിനു വേണ്ടി അവൻ ഒഴിവാക്കുന്ന മറ്റേ ചരക്ക്, അതായത് മാംഗോയുടെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരാളുടെ MRS എപ്പോഴും ഓരോ പടി കഴിയുമ്പോഴും കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നർത്ഥം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിൽ നിന്നും ഈ ഒരു ബണ്ടിലേക്കുള്ള മാറ്റത്തിൻ്റെ MRS നമ്മൾ നോക്കിയാൽ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ ആദ്യം ചേഞ്ച് ഇൻ y എന്നുള്ളത് എത്രയാണ്? -2 ആയിരിക്കും. എന്നുള്ളതുപോലെ ചേഞ്ച് ഇൻ x എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലേ? ഏതായാലും ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്നുള്ളത് 2 എന്നുള്ളതായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ 3 എന്നായിരുന്നു MRS ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് 2 ആയിട്ട് മാറി. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, ബനാന കൂടുതലായിട്ട് കിട്ടുന്നതിനനുസരിച്ച് ഒരാൾക്ക് അതിനോടുള്ള ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നർത്ഥം. ഓക്കെ, ഏതായിരുന്നാലും ഇത്തരത്തിൽ ഒരാളുടെ MRS ന്നതിനെ കുറിച്ചാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റൈറ്റ് ഓഫ് യൂട്ടിലിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റൈറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റൈറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൂടുതലായിട്ട് കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ MRS കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള ലോയാണത്. ഓക്കെ, അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഷേപ്പ് ഓഫ് ആൻ ഇൻഡിഫറൻസ് കേവ് എന്നുള്ള ഭാഗമാണ്. അതായത് നമ്മളിവിടെ വരച്ചിട്ടുള്ള ഇൻഡിഫറൻസ് കേവിൻ്റെ ഷേപ്പ് എന്നർത്ഥം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ ഒരു ഇൻഡിഫറൻസ് കേവ് ഉണ്ട് എങ്കിൽ അത് ഒരു ഗ്രാഫിൻ്റെ ഒറിജിനോട് കോൺവെക്സ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, കോൺവെക്സ് ആയ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒറിജിനോട് ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു കേവ് ഉണ്ടാവുക എന്നർത്ഥം. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ കോൺവെക്സ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഏതായിരുന്നാലും ഇത്തരത്തിൽ കോൺവെക്സ് എന്നുള്ള രീതിയിലായിരിക്കും അധിക ഇൻഡിഫറൻസ് കേവും ഉണ്ടായിരിക്കുക. എന്നാൽ ചില അവസരങ്ങളിൽ ഇങ്ങനെ കോൺവെക്സ് ആകാതെ തന്നെ സ്ട്രൈറ്റ് ലൈനായിട്ടും ചിലപ്പോൾ എന്ത് വരാറുണ്ട്? ഇത്തരത്തിലുള്ള ഇൻഡിഫറൻസ് കേവ് വരാറുണ്ട്. അത് എപ്പോഴാണ് എന്ന് വെച്ചാൽ, ആ സാധനങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞത് മാംഗോയും ബനാനയും അത് വ്യത്യസ്ത വസ്തുക്കളാണ്. ഓക്കെ, എന്നാൽ 2 വസ്തുക്കൾ എന്താണ്? ഒരേ യൂട്ടിലിറ്റി നൽകുന്ന സാധനങ്ങളാണ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെന്ന് കരുതുക. ഓക്കെ, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയുക. ഫോർ എക്സാമ്പിൾ ഒരാളുടെ കയ്യിൽ എന്തുണ്ട്? 45 രൂപയുണ്ട് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ 45 രൂപ ഒരാൾക്ക് നൽകിയിട്ട് എന്ത് ചെയ്യാണ്? അവനത് ചില്ലറയാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചില്ലറയാക്കുന്ന അവസരത്തിൽ അവന് ഒന്നുകിൽ എങ്ങനെ ലഭിക്കും? ഒരു 5 രൂപ നോട്ടും പിന്നെ 8 5 രൂപ കോയിനും ലഭിക്കുന്നുവെന്ന് കരുതുക. ഓക്കെ, ഒരു 5 രൂപ നോട്ടും 8 5 രൂപ കോയിനും ലഭിക്കുന്നു. ഓക്കെ, എന്നാൽ മറ്റൊരു കൂട്ടത്തിൽ അവന് ലഭിക്കുന്നത് എന്താണ്? 2 5 രൂപ നോട്ടും 7 5 രൂപ കോയിനുമാണ്. ഓക്കെ, മറ്റൊരു കൂട്ടത്തിലുള്ളതോ 3 5 രൂപ നോട്ടും എന്നാൽ 6 5 രൂപ കോയിനുമാണ്. മറ്റൊരു കൂട്ടത്തിലോ 4 5 രൂപ നോട്ടും 5 രൂപ കോയിനുമാണുള്ളത് എന്ന് സങ്കല്പിക്കുക. ഏതായിരുന്നാലും ഈ 5 രൂപ നോട്ട് ലഭിക്കുന്നതും 5 രൂപ കോയിന് ലഭിക്കുന്നതും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെയുള്ള ഒരേ യൂട്ടിലിറ്റി നൽകുന്ന സാധനമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഡിഫറൻസ് കേവ് നമ്മൾ വരച്ചാൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും മാറുക എന്നർത്ഥം. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഇൻഡിഫറൻസ് കേവിൻ്റെ രീതി എന്നുള്ളത് അത് കോൺവെക്സ് എന്നുള്ള രീതിയിലായിരിക്കും, ഒറിജിനോട് പുറം തിരിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ 2 വസ്തുക്കൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആകുമ്പോൾ അതിൻ്റെ ഇൻഡിഫറൻസ് കേവ് എന്താകുന്നു? ഒരു സ്ട്രൈറ്റ് ലൈൻ എന്നുള്ള രീതിയിലാകുന്നുവെന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് മോണോട്ടോണിക് പ്രിഫറൻസസ് എന്നുള്ള ഭാഗമാണ്. ഓക്കെ, മോണോട്ടോണിക് പ്രിഫറൻസസ്. ഓക്കെ, മോണോട്ടോണിക് പ്രിഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക്
രണ്ട് സാധനങ്ങളുള്ള വ്യത്യസ്ത ബണ്ടിലുകൾ ലഭിക്കുന്നുവെന്ന് കരുതുക. ഓക്കെ, ആ വ്യത്യസ്ത ബണ്ടിലുകളിൽ ഒന്നിൽ നോക്കിയപ്പോൾ എന്താണ്, ഒരു സാധനം കൂടുതലുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഉമർ മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ ബനാനയും മാംഗോയും അടങ്ങുന്ന 2 ബണ്ടിലുകൾ അവൻ കാണുകയാണ്. ഓക്കെ, ഓരോ ബണ്ടിലുള്ളത് എത്രയാണ്? 5 ബനാനയും 6 മാംഗോയുമാണ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, എന്നാൽ മറ്റൊരു ബണ്ടിൽ നോക്കിയപ്പോൾ അതിൽ 6 ബനാനയുമുണ്ട്, എന്നാൽ 6 മാംഗോയുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ബണ്ടിലുകളിലുള്ള എന്ത് സെയിമാണ്? മാംഗോ രണ്ടും സെയിമാണ്, എന്നാൽ ഒന്നിൽ ബനാന കൂടുതലാണ് അല്ലേ? അപ്പോൾ ഇതിലെന്ത് ചെയ്യുക? കൂടുതലുള്ള സാധനത്തെ തിരഞ്ഞെടുക്കുക. കൂടുതലുള്ള ബണ്ടിലിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ മോണോട്ടോണിക് പ്രിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, അതായത് 2 ബണ്ടിലുകളുണ്ട്, 2 ബണ്ടിലും ഒരു ബണ്ടിലുള്ള എല്ലാ സാധനങ്ങളും മറ്റേതിലുണ്ട്, എന്നാൽ അതിൽ ഒന്ന് കൂടുതലാണ് എങ്കിൽ ആ കൂടുതലുള്ള ബണ്ടിലിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ മോണോട്ടോണിക് പ്രിഫറൻസസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ x1 x2 എന്നുള്ള രീതിയിൽ ഒരു ബണ്ടിലുണ്ട്, ഇനി y1 y2 എന്നുള്ള രീതിയിൽ മറ്റൊരു ബണ്ടിലുമുണ്ട് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, അതായത് ഇതിൽ ബനാനക്കൊരളവുണ്ട്, മാംഗോക്കൊരളവുണ്ട് എന്നുള്ളതുപോലെ മറ്റൊരു ബണ്ടിലിൽ ബനാനക്കൊരളവുണ്ട്, മാംഗോക്കൊരളവുണ്ട്. ഓക്കെ, ഇത് കൂടുതലായത് കാരണത്താൽ, ഇതിലുള്ള സാധനം കൂടുതലായത് കാരണത്താൽ ഈ ഒരു ബണ്ടിൽ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ മോണോട്ടോണിക് പ്രിഫറൻസസ് എന്ന് പറയുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഇൻഡിഫറൻസ് മാപ്പ് എന്നുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഇൻഡിഫറൻസ് മാപ്പ്, ഇൻഡിഫറൻസ് കേർവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ വ്യത്യസ്ത ഇൻഡിഫറൻസ് കേർവുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രാഫിനെ കുറിച്ചാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഗ്രാഫിൽ നമ്മളാകെ കൂടെ ഒരൊറ്റ ഇൻഡിഫറൻസ് കേർവ് മാത്രമേ വരച്ചിട്ടുള്ളൂ അല്ലേ? ഇനിയും ചിലപ്പോൾ എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? മറ്റൊരു രീതിയിൽ ഉമറിന് ഇൻഡിഫറൻസ് കേർവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് 15 ആകുമ്പോൾ ഒരു ബനാനയാകുന്നത് അവന് ഇഷ്ടപ്പെട്ടു, അതേ ഇഷ്ടം തന്നെയാണ് അവന് 12 ആകുമ്പോൾ 2 ബനാന കിട്ടുമ്പോൾ ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു കേർവിനെ കുറിച്ചാണ് നമ്മൾ ഒരു ഇൻഡിഫറൻസ് കേർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു മാർക്കറ്റിലേക്ക് ആര് ചെന്നപ്പോൾ? ഉമർ ചെന്നപ്പോൾ അവിടെ മറ്റ് വ്യത്യസ്ത രീതിയിലുള്ള കൂട്ടങ്ങളാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, 20 മാംഗോ ഉണ്ടാകുമ്പോൾ 2 എന്തുണ്ടാകുന്നു? 2 ബനാന ഉണ്ടാകുന്നു. ഓക്കെ, എന്നുള്ള ഒരു രൂപമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കൂട്ടം എങ്ങനെയായിരുന്നു? 18 മാംഗോ ഉണ്ടായപ്പോൾ 3 ബനാന എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ, ഇനി മറ്റൊരു കൂട്ടം എന്നുള്ളത് 14 മാംഗോ ഉണ്ടായപ്പോൾ 4 ബനാന എന്നുള്ള രീതിയിലായിരുന്നു. ഏതായിരുന്നാലും ഈ ഒരു കേർവിനോടും നമ്മുടെ ഫാറൂഖിന് ഉമറിന് ഒരേ യൂട്ടിലിറ്റിയാണ് ഉള്ളത് എങ്കിൽ അതിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഒരു ഇൻഡിഫറൻസ് കേർവ് ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഇൻഡിഫറൻസ് കേർവിനെ ഒരേ ഗ്രാഫിൽ തന്നെ അടയാളപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കുവാനുള്ള ഭാഗം ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കേർവ് എന്നുള്ള ഭാഗമാണ്. അതായത് ഇൻഡിഫറൻസ് കേർവിൻ്റെ വ്യത്യസ്ത പ്രത്യേകതകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഓക്കെ, 3 ഫീച്ചേഴ്സാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഒന്നാമത്തെ പ്രത്യേകത, ഇൻഡിഫറൻസ് കേർവ് സ്ലോപ്സ് ഡൗൺവാർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഒരു ഇൻഡിഫറൻസ് കേർവ് ആണ് എങ്കിൽ അത് അടിയിലേക്ക്, അത് തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അത് ചെരിയുന്നത് എന്നർത്ഥം. ഓക്കെ, നമ്മളത് ഗ്രാഫിൽ തന്നെ കാണുന്നതാണ്. അതായത് ഇത്തരത്തിൽ ഡൗൺവാർഡ് ആയിട്ട് താഴേക്ക് ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഒരു ഇൻഡിഫറൻസ് കേർവ് ചെരിയുന്നത്. അതിൻ്റെ കാരണവും നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? മറ്റൊരു സാധനം ഒഴിവാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ? ബനാന കൂടുതലായിട്ട് കിട്ടുന്നതിനനുസരിച്ച് ഉമർ എന്ത് ചെയ്യുന്നു? മാംഗോ കുറക്കുന്നുവെന്നർത്ഥം. അപ്പോൾ ഇവിടെയുള്ള 2 ചരക്കുകൾ തമ്മിൽ, മാംഗോയും ബനാനയും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ, അതായത് ഡൗൺവാർഡിലേക്ക് ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഇൻഡിഫറൻസ് കേർവ് വരുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അവയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹയർ ഇൻഡിഫറൻസ് കേർവ് ഗിവ്സ് ഗ്രേറ്റർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു ഇൻഡിഫറൻസ് മാപ്പിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇൻഡിഫറൻസ് മാപ്പ് എന്ന്
എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ യൂട്ടിലിറ്റി നൽകുന്ന വ്യത്യസ്ത രീതിയിലുള്ള ഇൻഡിഫറൻസ് കേവ് ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫിനെ കുറിച്ചാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള മറ്റൊരു ഇൻഡിഫറൻസ് കേവ് കൂടി ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഏതായാലും ഇതിലുള്ള ഈ ഒരു ഇൻഡിഫറൻസ് കേവിൽ നിന്ന് ലഭിക്കുന്ന യൂട്ടിലിറ്റി ആയിരിക്കൂല ഉമറിന് ഈ ഒരു ഇൻഡിഫറൻസ് കേവിലൂടെ ലഭിക്കുക. കാരണം ഈ ഒരു കേവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇതിനേക്കാളേറെ എന്ത് ലഭിക്കുന്നുണ്ട്? മാംഗോയും ബനാനയും ലഭിക്കുന്നുണ്ട് അല്ലേ? എന്നുള്ളതുപോലെ ഈ ഒരു ഇൻഡിഫറൻസ് കേവിൽ നിന്നും അവന് കിട്ടുന്ന യൂട്ടിലിറ്റി ആകൂല അതിനേക്കാളും ഉയർന്ന മറ്റേ ഇൻഡിഫറൻസ് കേവിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം അതിലും മാംഗോയുടെയും ബനാനയുടെയും അളവ് കൂടുതലായിരിക്കുമെന്നർത്ഥം. അതാണ് രണ്ടാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത്. ഹയർ ഇൻഡിഫറൻസ് കേവ് ഗിവ്സ് ഗ്രേറ്റർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. ഉയർന്ന ഇൻഡിഫറൻസ് കേവ് ആണ് എങ്കിൽ അത് കൂടുതൽ യൂട്ടിലിറ്റി നൽകുന്നുവെന്നർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടു ഇൻഡിഫറൻസ് കേവ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ എന്നുള്ള ഭാഗമാണ്. അതായത് രണ്ട് ഇൻഡിഫറൻസ് കേവ് ഉണ്ട് എങ്കിൽ അവ ഒരിക്കലും എന്ത് ചെയ്യൂല? ഇന്റർസെക്ട് ചെയ്യൂല, പരസ്പരം കണ്ടുമുട്ടൂല, പരസ്പരം എന്ത് ചെയ്യൂല? ക്രോസ് ചെയ്യൂല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മളിവിടെ വ്യത്യസ്ത ഇൻഡിഫറൻസ് കേവ് നമ്മളിവിടെ പരിചയപ്പെട്ടല്ലോ അല്ലേ? എന്നാൽ ഒരു ഇൻഡിഫറൻസ് കേവ് നമുക്കിവിടെ ബാക്കിയാക്കി മറ്റേത് മായ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ഇൻഡിഫറൻസ് കേവ് ഇവിടെ ഉണ്ട്. എന്നാൽ ഇതിനോട് ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യൂല? മറ്റൊരു ഇൻഡിഫറൻസ് കേവ് വരൂല. ഫോർ എക്സാമ്പിൾ, ഇത്തരത്തിലുള്ള ഒരു ഇൻഡിഫറൻസ് കേവ് ഒരിക്കലും ഇവിടെ ഉമറിൻ്റെ വിഷയത്തിൽ വരൂല എന്നർത്ഥം. ഓക്കെ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻഡിഫറൻസ് കേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏത് പോയിന്റിലായാലും ഒരാൾക്ക് ഒരേ യൂട്ടിലിറ്റി നൽകുന്ന കേവിനെ കുറിച്ചാണ്, അത്തരത്തിലുള്ള വരയെ കുറിച്ചാണ് നമ്മൾ ഇൻഡിഫറൻസ് കേവ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കൊരു രണ്ട് പോയിന്റ് രേഖപ്പെടുത്താം. ഓക്കെ, ഇവിടെ എ എന്നുള്ള പോയിന്റ്, ഇവിടെ ബി എന്നുള്ള പോയിന്റ്, ഇവിടെ സി എന്നുള്ള പോയിന്റ്. ഓക്കെ, ഈ മൂന്ന് പോയിന്റുകൾ നമുക്ക് രേഖപ്പെടുത്താം. ഏതായാലും നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണ്? രണ്ട് ഇൻഡിഫറൻസ് കേവുകൾ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുകയില്ല എന്നാണ്. അതിവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഇന്റർസെക്ട് ചെയ്യൂല എന്ന് പറയുന്നത്? ഇനി അഥവാ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സങ്കല്പിക്കുക. ഇവിടെ എ എന്നുള്ള ആ ഒരു ബണ്ടിൽ, അതായത് എ എന്നുള്ളതിൽ നിന്നും നമ്മുടെ ഉമറിന് കിട്ടുന്നൊരു യൂട്ടിലിറ്റി ഉണ്ടാകും, അതുണ്ടാകുന്ന ഒരു ബണ്ടിൽ ഉണ്ടാകും അല്ലേ? ആ ബണ്ടിലിൻ്റെ അതേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഉമറിന് എവിടെയും ലഭിക്കുക? ബി എന്നുള്ള പോയിന്റിന് ലഭിക്കുക. കാരണം ഇവ രണ്ടും എന്താണ്? ഒരേ ഇൻഡിഫറൻസ് കേവാണ് എന്നർത്ഥം അല്ലേ? എന്നാൽ നമുക്കറിയാം ഈ എ എന്നുള്ളത് മറ്റൊരു ഇൻഡിഫറൻസ് കേവിലും കൂടി ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഇൻഡിഫറൻസ് കേവിലും കൂടെ എ എന്നുള്ള ഭാഗമുണ്ടെങ്കിൽ എന്ത് പറയേണ്ടി വരും? ഇവിടെ സി എന്നുള്ള ബണ്ടിനും എ എന്നുള്ള ബണ്ടിലും ഒരേ യൂട്ടിലിറ്റിയാണ് ഫാറൂഖിനെ ഉമറിന് നൽകുക എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാകുന്നു? ഇവിടെ സിയും ബിയും ഒരേ യൂട്ടിലിറ്റിയാണ് നൽകുന്നത് എന്നും പറയേണ്ടി വരും അല്ലേ? കാരണം എ എന്നുള്ളതിൻ്റെയും ബി എന്നുള്ളതിൻ്റെയും യൂട്ടിലിറ്റി സെയിം ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എയുടെയും സിയുടെയും യൂട്ടിലിറ്റി കൂടി സെയിം ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? ബി ഈസിക്കൽ ടു സി എന്ന് പറയേണ്ടി വരും. അതൊരിക്കലും ശരിയല്ല. കാരണം എന്താണ്? ഇത് ഒരു ഇൻഡിഫറൻസ് കേവാണ്, ഇത് മറ്റൊരു ഇൻഡിഫറൻസ് കേവാണ്. അത് രണ്ടിലുമുള്ള വ്യത്യസ്ത പോയിന്റുകൾ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല? ഒരേ യൂട്ടിലിറ്റി നൽകുകയില്ല. അപ്പോൾ ബി ഈസിക്കൽ ടു സി എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാവതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രണ്ട് ഇൻഡിഫറൻസ് കേവുകൾ ഒരുമിച്ച് കൂടുക, ഇന്റർസെക്ട് ചെയ്യുക എന്നുള്ള കാര്യവും ഒരിക്കലും നടക്കുന്നതല്ല, അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്നർത്ഥം.